കൊടും കുറ്റവാളി ഗോവിന്ദച്ചാമിയുടെ ജയിൽ ചാട്ടത്തിൽ ഉദ്യോഗസ്ഥ വീഴ്ചയുണ്ടായോ എന്ന പോലീസ് അന്വേഷണത്തിൽ തീരുമാനിക്കും. അങ്ങനെ ഉണ്ടായി എന്നൊരു സംശയം പോലീസിനുണ്ട്. കണ്ണൂർ സെൻട്രൽ ജയിലിലെ 16 തടവുകാരെ ഇതിനായി ചോദ്യം ചെയ്യുമെന്ന് അറിയുന്നു. അപ്പോൾ ചോദ്യം ചെയ്തു കഴിഞ്ഞു. പോലീസിൻ്റെ ചോദ്യം ചെയ്യലിൽ 10 തടവുകാർ സഹകരിച്ചില്ലെന്നും പറയുന്നു. സിറ്റി പോലീസ് കമ്മീഷണർ നിതിൻ രാജിൻ്റെ നേതൃത്വത്തിൽ അന്വേഷണ സംഘത്തിൻ്റെ യോഗം നാളെ ചേരുമെന്ന് ഞങ്ങളുടെ കോഴിക്കോട് ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു. ദീപക് തരമടം തത്സമയം ചേരുകയാണ് വിവരങ്ങളുമായി. ഗുഡ് മോർണിംഗ് ദീപക്. വിശദാംശങ്ങൾ, ഈ ചോദ്യം ചെയ്തതിൽ നിന്ന് പോലീസിന് ലഭിച്ച വിവരങ്ങൾ എന്തൊക്കെയാണ്? SKN ഈ അന്വേഷണം ഒരു നിർണായക ഘട്ടത്തിലേക്ക് എത്തിക്കഴിഞ്ഞു എന്നുള്ളതാണ്. ഇതിനകം തന്നെ 20 പേരെ ചോദ്യം ചെയ്തു. അതിൽ 16 പേർ തടവുകാരാണ്. 10 പേരോളം സഹകരിച്ചില്ല എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിൽ നിന്ന് മനസ്സിലായത്. കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ നിതിൻ രാജിൻ്റെ നേതൃത്വത്തിൽ വളരെ ശാസ്ത്രീയമായ രീതിയിലാണ്, അദ്ദേഹമാണ് അതിൻ്റെ മേൽനോട്ടം വഹിക്കുന്നത്, ശാസ്ത്രീയമായ രീതിയിൽ അന്വേഷണം പുരോഗമിക്കുകയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, ആ ദിവസം കർക്കിടക വാവായിരുന്നു. അന്ന് ഡ്യൂട്ടിയിൽ കൃത്യമായ ഉഴപ്പ് നടന്നു. ഡ്യൂട്ടിയിൽ കൃത്യവിലോപം ജയിലിലെ സുരക്ഷാ ചുമതലയുള്ളവർ ഡ്യൂട്ടി പോയിന്റിൽ ഉണ്ടായിരുന്നില്ല എന്ന പ്രാഥമികമായ നിഗമനത്തിൽ പോലീസ് എത്തിക്കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, അതായത് CCTV സർവൈലൻസ് പോയിന്റിൽ ഉണ്ടായിരുന്നില്ല. മറ്റൊന്ന്, ഈ 10 ബ്ലോക്കിലെ B ബ്ലോക്കിലെ ആ പ്രദേശത്ത് ഉണ്ടായിരുന്നില്ല. ഇത്തരത്തിൽ രാത്രികാലങ്ങളിൽ പല ദിവസങ്ങളിലും സുരക്ഷാ ഡ്യൂട്ടിക്ക് ആൾക്കാർ ഉണ്ടാകാറില്ല എന്നുള്ളത് കൂടി പോലീസ് കണ്ടെത്തിയിരിക്കുന്നു. ജയിൽ അധികൃതരുടെ മൊഴിയെടുക്കുമ്പോൾ, അവരെ ചോദ്യം ചെയ്യുമ്പോൾ അതിൽ ഈ സ്റ്റാഫ് സ്ട്രെങ്ത് വളരെ കുറവാണ്, ജയിലിൽ തടവുകാരുടെ എണ്ണം കൂടുതലാണ് എന്നുള്ള മൊഴിയാണ് പോലീസിന് ഈ അന്വേഷണത്തിൻ്റെ ഭാഗമായി ലഭിച്ചത് എന്നുള്ളതും നിർണായകമാണ്. SKN മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, SKN ഇതിൽ ഈ ഗോവിന്ദച്ചാമിയുടെ സെല്ലിൽ തന്നെയുള്ളതാണ് തേനി സുരേഷ് എന്ന തടവുകാരൻ. അദ്ദേഹവും ഒരു കൊടു ക്രിമിനൽ തന്നെയാണ്. അയാളുടെ മൊഴിയിൽ ഈ രാത്രിയിൽ ഗോവിന്ദച്ചാമി ഉറങ്ങാറില്ല, മാത്രമല്ല ജയിൽ ചാട്ടത്തിന് വേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പ് ഗോവിന്ദച്ചാമി നടത്തിയിരുന്നു എന്നുള്ളതും, ഞാനതൊന്നും ശ്രദ്ധിക്കാറില്ല എന്നുള്ള മൊഴിയാണ് ഈ തേനി സുരേഷ് എന്ന സെല്ലിൽ തന്നെയുള്ള തടവുകാരൻ നൽകിയിരിക്കുന്നത് എന്നുള്ളതും ഏറെ നിർണായകമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, SKN ഈ ഗോവിന്ദച്ചാമിയുടെ ജയിൽ ചാട്ടത്തിന് ശേഷം ജയിലിലുള്ള സ്വാതന്ത്ര്യമില്ലാതായി എന്ന് നിരവധി പേർ, അതായത് 16 തടവുകാരുടെ മൊഴിയെടുത്തതിൽ ഭൂരിപക്ഷം പേരും പോലീസിന് നൽകിയ മൊഴിയിൽ ഞങ്ങൾക്കൊരു സ്വാതന്ത്ര്യമുണ്ടായിരുന്നു, ആ സ്വാതന്ത്ര്യം ഗോവിന്ദച്ചാമി ജയിൽ ചാടിയതോടെ ഇല്ലാതായി എന്ന് പറയുമ്പോൾ ഏറെ നിർണായകമായ, നടക്കാൻ പാടില്ലാത്ത പലതും കണ്ണൂർ ജയിലിൽ നടന്നിരുന്നു എന്ന സൂചന തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. SKN. ഓക്കെ, താങ്ക് യു ദീപക് തരമടം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.